നമുക്ക് ചെമ്പ്ര പീക്ക് ട്രെക്കിങ്ങിന് പോയാലോ? വയനാട്ടിലെ തന്നെ ഹയസ്റ്റ് പീക്കാണ് ചെമ്പ്ര പീക്ക്. ഇന്നത്തെ വീഡിയോയില് ചെമ്പ്ര പീക്ക് ട്രെക്കിങ്ങിനെ പറ്റിയുള്ള കുറേ ഇൻഫർമേഷൻസും പിന്നെ കുറേ വിശേഷങ്ങളുമായിരിക്കും കേട്ടോ. ഈ ട്രെക്കിങ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാവും നല്ലത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാവേ. നേരിട്ട് വന്ന് വേണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷെ ആകെ 200 പേർക്കാണ് ഒരു ദിവസം എൻട്രി ഉള്ളത്. അതുകൊണ്ട് ടിക്കറ്റ് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ചെമ്പ്ര പീക്ക് ടിക്കറ്റ് കൗണ്ടർ. ഓഫ്ലൈനായിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാവുന്നവർക്ക് ഇവിടെ നേരത്തെ വന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്താൽ പോലും ഇവിടെ വന്ന ടിക്കറ്റ് കാണിച്ചിട്ട് ഒരു പാസ് എടുക്കണം, എന്നാലേ എൻട്രി ഉള്ളൂ. ഒരാൾക്ക് 800 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ട്രെക്കിംഗ് തുടങ്ങിയാലോ? നിങ്ങൾക്ക് വിശക്കും ഉറപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ട്രെക്കിംഗ് തുടങ്ങുക. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബ്രെഡ് ഓംലെറ്റ്, നൂഡിൽസും ഒക്കെ കിട്ടും. പിന്നെ ചായ, ബൂസ്റ്റ്, കോഫിയൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങള് 2 ദിവസമായിട്ട് വയനാട്ടിൽ വന്ന് സ്കൂട്ടറൊക്കെ റെന്റ് എടുത്ത് വയനാടൊക്കെ കറങ്ങായിരുന്നു. 3ാമത്തെ ദിവസമാണ് ഈ ട്രെക്കിങ്ങിന് വന്നേക്കുന്നത്. ബാക്കി പറയാം. ഓക്കെ, അപ്പൊ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ പാസ് എടുത്തു. എന്നിട്ട് കുറച്ചുകൂടെ മുൻപോട്ട് പോകണം. വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി ഓടിച്ചു പോവാം. കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ടാണ് അവിടെ ഒരു മെയിൻ എൻട്രൻസ് ഉള്ളത്. അവിടെ നമ്മുടെ ടിക്കറ്റ് കാണിക്കണം, നമ്മുടെ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ. ഇതാണ് എൻട്രി പോയിന്റ്. ഇവിടെ നമ്മൾ വണ്ടിയെ കൊണ്ട് പാർക്ക് ചെയ്യുക. പിന്നെ അവിടുത്തെ എൻട്രി പോയിന്റിലോട്ട് ചെല്ലുമ്പോൾ അവര് നമ്മുടെ പാസ് ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അലൗഡ് അല്ല. എല്ലാം കൊണ്ട് വണ്ടിയിൽ വെക്കാൻ പറയും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഒഴിവാക്കിയിട്ട് മാത്രം ട്രെക്കിങ്ങിന് പോവാം. രാവിലെ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാം അടിപൊളി വ്യൂ ആണ്. സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞു. എന്ത് ഭംഗിയായാലും ഇതൊക്കെ കാണാന്. തേയിലത്തോട്ടം കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഫോറസ്റ്റിലോട്ടാണ് കയറാൻ പോകുന്നത്. കുറച്ചിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ വീണ്ടും ഒരു എൻട്രി പോയിന്റ് നമ്മൾ കാണും. അവിടെയും നമ്മളുടെ ബാഗ് ചെക്ക് ചെയ്യും, നമ്മളുടെ പോക്കറ്റ് ചെക്ക് ചെയ്യും. പിന്നെ വിശന്നാൽ നിങ്ങളല്ലാതാകും എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു തരാം. ഒരു ചോറ്റുപാത്രമോ പേപ്പറോ ഇലയോ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്കുള്ള സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ എല്ലാം പൊതിഞ്ഞുകൊണ്ട് പോവാം. വെറുതെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോയി പണി വാങ്ങിക്കണ്ട. കുടിക്കാനുള്ള വെള്ളം നമ്മൾ തന്നെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവർ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു ഗ്ലാസ് ബോട്ടിലിൽ വെള്ളം തരും. പക്ഷെ അത് വെയിറ്റ് ഒക്കെ ഉണ്ട് ഗ്ലാസ് ബോട്ടിലിന്. അതുകൊണ്ട് സ്വന്തമായിട്ട് വെള്ളം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ ട്രെക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പാടായിരുന്നു. ഞാൻ അധികം മേലൊന്നും അനങ്ങാറില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല പാടായിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. രാവിലെ 7 മണിയായപ്പോഴാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയത്. 7:30 ആയപ്പോൾ നമ്മൾ ട്രെക്കിങ് തുടങ്ങി. 9:30 ആയപ്പോഴാണ് നമ്മൾ ഫൈനൽ പോയിന്റിലോട്ട് എത്തിയത്. ഓക്കെ, ഞാൻ പറയട്ടെ. ഈ ട്രെക്കിങ്ങിന്റെ പേര് ചെമ്പ്ര പീക്ക് ട്രെക്കിംഗ് എന്നാണെങ്കിൽ പോലും നമുക്ക് ചെമ്പ്ര പീക്കിലോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടുത്തെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ട്രെക്ക് ചെയ്ത് വരാൻ പറ്റുന്നത് ഈ ഹേർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ലേക്കിന്റെ അടുത്തോട്ടാണ്. ഈ ഒരു ലേക്കിനെ ഹൃദയ തടാകം എന്നും ഹൃദയ സരസം എന്നും പല പല പേരിൽ അറിയപ്പെടുന്നുണ്ടേ. കറക്റ്റ് ഹേർട്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്ന് അതിന് തൊട്ട് മുകളിൽ നിന്ന് നോക്കണം. നമുക്ക് അങ്ങോട്ട് നടക്കാം.
ഇപ്പോൾ ഇതിനെ ഒരു ഹേർട്ട് ലേക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇപ്പൊ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇവിടെ ചെമ്പ്ര പീക്ക് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ദാ ഈ കാണുന്നതാണ് ചെമ്പ്ര പീക്ക്. മലയൊക്കെ കയറി വന്നതിന്റെ ക്ഷീണം മാറ്റാന് വെസ്റ്റേൺ ഗട്ട്സിന്റെ അടിപൊളി വ്യൂവും കണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. ദാ ഈ വ്യൂവും കണ്ട് കുറച്ച് കോടയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് മങ്ങലൊക്കെ ആയിരുന്നു, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ വഴിയരികിൽ കണ്ടതാണ് ഈ ഒരു തേനീച്ചക്കൂട്. അതിനെ നമ്മൾ ആക്രമിച്ചില്ല, അത് നമ്മളെയും ആക്രമിച്ചില്ല. സോ നമ്മൾ വളരെ സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങി, കയറുന്നതിലും സൂക്ഷിക്കണം ഇറങ്ങാൻ വേണ്ടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.